സെക്രട്ടറിയായിരിക്കുന്ന ലത തോമസ്, പ്രിയപ്പെട്ട കൊച്ചമ്മമാരെ, ഇന്ന് ഇവിടെ ഈ മീറ്റിങ്ങിൽ പങ്കുചേരുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരിമാരുമേ, ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഈ ഇളമ്പൽ യെരുശലേം മാർത്തോമാ ഇടവകയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ച് കൊട്ടാരക്കര ദേശത്തേക്ക്, അതിന് സമീപമുള്ള പ്രദേശത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്തോ എനിക്കൊരു ഹോം കമ്മിങ് പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കൊട്ടാരക്കരയിൽ എൻ്റെ ഭവനം അവിടെ ഇല്ല എങ്കിൽ പോലും കൊട്ടാരക്കരയിൽ എന്തെങ്കിലും അതിന് സമീപത്തുള്ള ഒരു പ്രോഗ്രാമിന് വരിക എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. നൈനാൻ ജേക്കബച്ചൻ കൊട്ടാരക്കര ഇടവക ഉണ്ടായിരുന്നു. അതെ, എൻ്റെ വിവാഹത്തിന് ശേഷമായിരുന്നു എങ്കിൽ പോലും അച്ഛൻ ആ ഇടവകയിൽ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. മാർത്തോമാ സുവിശേഷ സേവികാ സംഘത്തിൻ്റെ ഈ ഒരു സെൻ്ററായിട്ടുള്ള ഈ ഒരു പ്രവർത്തനോദ്ഘാടനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മാർത്തോമാ സുവിശേഷ സേവികാ സംഘം എന്ന് പറയുന്നത് നമുക്കറിയാം, മാർത്തോമാ സഭയിലെ ഒരു സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ഒരു തിളക്കമുള്ള ഏടുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം പേറുന്ന ഒരു പ്രസ്ഥാനമാണ് മാർത്തോമാ സുവിശേഷ സേവികാ സംഘം എന്ന് പറയുന്നത്. അപ്പോൾ 1919 കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രസ്ഥാനം ഉയർന്നു വരിക എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുവാൻ നമുക്ക് ചിന്തിക്കാൻ തന്നെ സാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല, അല്ലേ? അപ്പോൾ നമ്മൾ പാശ്ചാത്യ നാടുകളിലെ ഒരു അവസ്ഥ നോക്കുമ്പോൾ പോലും അവിടെ പോലും ഒരു സ്ത്രീപക്ഷ ചിന്താഗതികളോ സംവാദങ്ങളോ ഒക്കെ ഉടലെടുത്തത് 1929 ശേഷം മാത്രമാണ്. അപ്പോൾ വിർജീനിയ വുൾഫ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വുമൺ റൈറ്റർ അവരൊരു പുസ്തകം എഴുതുകയുണ്ടായി, സ്വന്തമായൊരു മുറി എന്ന് പറഞ്ഞ്. അതിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറഞ്ഞൊരു പുസ്തകം അവരെഴുതി. അതിനകത്ത് അവരെഴുതിയത് അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട സ്ത്രീത്വങ്ങളുടെ വേദനകളെപ്പറ്റിയും രോദനങ്ങളെപ്പറ്റിയും ഒക്കെ വർണ്ണിച്ച ഒരു പുസ്തകമായിരുന്നു അത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് പാശ്ചാത്യ നാടുകളിൽ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടെന്നോ അവർക്ക് എന്തെങ്കിലും ഒരു വ്യക്തിത്വം ഉണ്ടെന്നോ ഒക്കെ ഉള്ള ചിന്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നത്. എന്നാൽ അതിനും 10 വർഷം മുൻപ് ഈ കേരളക്കരയിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ അടുക്കളയുടെ ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുവാൻ കാണ്ടമ്മ കൊച്ചമ്മയെ പോലെയുള്ള അല്ലെങ്കിൽ ആ തുമ്പോൺ പ്രദേശത്ത് അത്തരത്തിലുള്ളൊരു സ്ത്രീകൾക്കുണ്ടായ ഒരു ദർശനം എന്ന് പറയുന്നത് എത്രമാത്രം വലുതാണ് എന്ന് ഇന്ന് ചിന്തിക്കുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഇന്നത്തെ പോലെ ഉള്ള ഒരു സാമ്പത്തികമായിട്ടോ അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അത്. പ്രത്യേകിച്ച് ഒരു വിധവയായി തീർന്ന് 3 കുഞ്ഞുങ്ങളെയും കൊണ്ട്, അല്ലേ, 3നും 9 ഇടയിൽ പ്രായമുള്ള 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് വിധവയായി തീർന്ന ഒരു സ്ത്രീക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുരുഷ മേധാവിത്വം നിലനിന്ന ഒരു സമൂഹത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷേ അതല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് കാണ്ടമ്മ കൊച്ചമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഇടവകയിൽ അവിടെ ആ ഇടവകയിലെ സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അവരെ വേദപുസ്തകം പഠിപ്പിക്കാൻ, അസംഘടിതരായിരുന്ന സ്ത്രീകളെയൊക്കെ കൂട്ടിവരുത്താനായിട്ട് കൊച്ചമ്മയ്ക്ക് ഉണ്ടായ ഒരു വലിയ ദർശനം. അതോടൊപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇടവക വികാരിയുടെ ബസ്ക്യോമോയും വേറെ 2-3 സ്ത്രീകളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒക്കെ ചേർന്ന് ഇങ്ങനെ സ്ത്രീകളെ സംഘടിപ്പിക്കുവാനും അങ്ങനെയുള്ള ഒരു ആത്മീയ മുന്നേറ്റത്തിന്, നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന്, അതിലൂടെ അവരുടെ ഒരു ആളത്തെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിന്ന് നമ്മളെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഒരു സേവികാ സംഘത്തെ ഒരു ശുശ്രൂഷാപരമായിട്ടുള്ള കർമ്മസേനയായിട്ട് വളർത്തിയെടുക്കുന്നതിൽ ഈ സ്ത്രീകൾ വഹിച്ച ഒരു പങ്ക്, അതിൻ്റെ ഫലമായിട്ടാണ് അന്നത്തെ മെത്രാപ്പൊലീത്ത തിരുമേനി ഇതിനെ ഒരു ഔദ്യോഗിക സംഘടനയായിട്ട് ഉയർത്താനും അങ്ങനെ 1919 മാരാമൺ കൺവെൻഷനിൽ വെച്ച് ഒരു സംഘടനയായിട്ട് ഇതിനെ ഉയർത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ അന്ന് ആ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളോട് അവർ പ്രതികരിച്ചതിൻ്റെ ഫലമാണ് ഉയർന്നു വന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ. നമ്മൾ ഇലന്തൂരിലെ ബാലികാ ഭവനും അതുപോലെ തന്നെ ശാലേം ഓർഫനേജ് ഹോം, ചിൽഡ്രൻസ് ഹോമും അതുപോലെ തന്നെ മറ്റ് അന്ന് ഉയർന്നു വന്ന എല്ലാ സ്ഥാപനങ്ങളൊക്കെ സ്കൂളുകൾ സ്ഥാപിച്ചു.
അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ സ്ഥാപിച്ചു. അപ്പോൾ അന്ന് അവർക്ക് ലഭിച്ച ആ ഒരു അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അതിനോട് പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ശുശ്രൂഷ പരമായിട്ടുള്ള ഒരു കർമ്മസേനയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വളരെ സുഖകരമായിട്ടുള്ള ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഒരു കർത്തവ്യം എന്താണ് അല്ലേ? ഇന്ന് സേവികാ സംഘത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ വളരെ ആഘോഷപൂർവ്വം നടക്കുന്നുണ്ട് അല്ലേ? എല്ലായിടത്തും ആൾക്കാരുടെ കൂട്ടം ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ശുശ്രൂഷാപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സേവികാ സംഘമൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അവിടെയാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി 1 ലക്ഷമോ എത്ര രൂപയോ ചെലവഴിച്ച് ആഘോഷം നടത്തി ഫോട്ടോ എടുത്ത് അത് പ്രദർശിപ്പിച്ച് പിരിഞ്ഞു പോകുന്നതിനപ്പുറമായിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ തങ്ങളുടെ ജീവിതം കൊടുക്കാനായിട്ട് ഇന്ന് ആളുകളില്ല എന്നുള്ളതാണ്. വളരെയധികം ആളുകൾ പ്രസംഗിക്കാനും മീറ്റിംഗ് നടത്താനും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ഈ ഒരു സേവികാ സംഘത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് പ്രതികരിച്ച് ഒരു പ്രതിബദ്ധതയോടെ നിൽക്കാനുള്ള ഒരു വെല്ലുവിളിയാണ് സേവികാ സംഘം ഇന്ന് ഉയർത്തുന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുകയും അതിനോട് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ഈ സേവികാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തോട് നമ്മൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. വെറുതെ ചില മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് പിരിഞ്ഞു പോകുന്നവരായിട്ടല്ല. നമ്മൾ ഈ ഒരു സേവികാ സംഘം എന്ന് പറയുന്ന ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഉയർത്തിയ അല്ലെങ്കിൽ അതിലൂടെ ഉയർന്നു വന്ന ആ സ്ഥാപനങ്ങളെ ഇന്ന് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ പുതിയ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? സ്ത്രീകൾ ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലേ? ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾക്കിരയാകുന്ന സ്ത്രീകളുണ്ട്. പുരുഷാധിപത്യ മൂല്യങ്ങൾ ഇന്നും അത് നിലനിൽക്കുന്ന ഭവനങ്ങളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പരിസ്ഥിതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ ഭൂമിയോട് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒക്കെ തിരിച്ചടികൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ദൈവം നമ്മോടെല്ലാം പൊറുക്കും എന്ന് നമ്മൾ പറയുമ്പോഴും ഈ പ്രകൃതി നമ്മളോട് അതെന്ത് ചെയ്യില്ല, നമ്മുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനോട് പ്രകൃതി ചിലപ്പോൾ പൊറുക്കുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മൾക്ക് എങ്ങനെ ആ ഒരു പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ വികസനം എന്ന് പറഞ്ഞ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, നമ്മുടെ ഈ അമിതമായിട്ടുള്ള ഉപഭോഗ ചിന്തകൾ ഒക്കെ നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മളിപ്പോൾ സേവികാ സംഘമായിട്ട് ഇപ്പോൾ ഈ അടുത്ത നല്ല അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നതിന് സ്ത്രീകളെ ഉദ്ബോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ഭദ്രാസനങ്ങളിലുള്ള സ്ത്രീകളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ജൈവ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നവർക്ക് 10,000 രൂപയുടെ ഒന്നാമത്തെ സമ്മാനവും 5,000 രൂപയുടെ രണ്ടാം സമ്മാനവും കൊടുക്കുവാനായിട്ട് തീരുമാനിച്ച് അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഈ മാസത്തെ വനിതാ ബോധിനിയിലുണ്ട്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുകയും അതിൽ പങ്കുചേരുകയും ഒരു സമ്മാനം കിട്ടുന്നതിനുപരിയായിട്ട് ഒരു നല്ല ഒരു വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ വീട്ടിനുള്ളിൽ എങ്ങനെ വളർത്താം എന്നുള്ളത്. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മുടെ ജീവിക്കുന്ന ചുറ്റുവട്ടത്തെ നമുക്ക് എങ്ങനെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ സേവികാ സംഘം എന്ന് പറയുന്ന ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ നമ്മൾ ഇന്ന് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ സെൻറ്റർ സേവികാ സംഘമായിട്ട് നമ്മൾ പുതിയ വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്, അതൊരു സംഗതമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഈ ഒരു സേവികാ സംഘം ഇവിടെ നിലനിന്നില്ലെങ്കിൽ ഈ സമൂഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മുടെ ഒരു പ്രസൻസ്, നമ്മുടെ ഒരു കയ്യൊപ്പ് എങ്ങനെയാണ് നമുക്ക് ഈ സമൂഹത്തിൽ ചാർത്തുവാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ? അപ്പോൾ ഒരു കാലഘട്ടത്തിൽ 1919 കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ മുന്നോട്ട് വരികയും വേദപുസ്തകം പഠിക്കുകയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലകളിലോട്ടൊക്കെ പങ്കുചേരുകയൊക്കെ ചെയ്തു അല്ലേ? അന്ന് മാർത്തോമാ സഭയിലെ സ്ത്രീകൾക്കാണ് വിദ്യാഭ്യാസം നൽകുവാനായിട്ട് അന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ അവർക്കുണ്ടായ ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഫലമായിട്ടാണ് സ്ത്രീകൾ വിദ്യാഭ്യാസം സ്വീകരിക്കുകയും നാട്ടിലും വിദേശത്തും ഒക്കെ ഉയർന്നു വന്ന ജോലികളിലേക്കൊക്കെ പ്രവേശിക്കുകയും അങ്ങനെ ഗൾഫ് മേഖലകളിലേക്കും അമേരിക്കൻ മേഖലകളിലേക്കും ഒക്കെ പോവുകയില്ല, നഴ്സുമാരായിട്ടും ടീച്ചേഴ്സായിട്ടും നോർത്ത് ഇന്ത്യയിലേക്കും ഒക്കെ പോയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഭൗതികമായിട്ടും ഉയർത്താനായിട്ട് സാധിച്ചു അല്ലേ? ഇന്ന് അമേരിക്കയിലൊക്കെ പോയിട്ടുള്ള നഴ്സസിൻ്റെ ഒക്കെ നമ്മൾ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ
എത്രമാത്രം വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരുന്നു നമ്മുടെ ഭവനങ്ങളെയൊക്കെ ഉയർത്താനായിട്ട് അതിലൂടെ സാധിച്ചു, ഇല്ലേ? അപ്പോൾ അതൊക്കെ സ്ത്രീകൾക്ക് ലഭിച്ച അവരുടെ ഒരു ആളത്തപരമായിട്ടുള്ള ആ ഒരു ഗുണശേഷി വർദ്ധിപ്പിക്കാനായിട്ട് അതിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മളെല്ലാവരും സേവികാ സംഘത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സേവികാ സംഘത്തെ ഒരു പുതിയ സരണിയിലൂടെ നയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ അച്ഛനിവിടെ പറഞ്ഞല്ലോ, സ്ത്രീകളെന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ അല്ലേ ആദ്യത്തെ സുവിശേഷകർ സ്ത്രീകളാണ്, ഉയർപ്പിൻ്റെ ആദ്യ സാക്ഷികൾ സ്ത്രീകളാണ്, അല്ലേ? അപ്പോൾ യേശുവിന് ജന്മം നൽകിയ സ്ത്രീ. അപ്പോൾ അങ്ങനെ സ്ത്രീത്വത്തിൻ്റെ ഒരു മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ ആ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ പറയും നമ്മൾ സ്ത്രീ അധമയാണ്, അല്ലെങ്കിൽ അശുദ്ധയാണ്, അല്ലെങ്കിൽ ഞാൻ രണ്ടാം തരമാണ്. ഈ ചിന്തകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ആ സ്ത്രീത്വത്തിൻ്റെ ഒരു മഹിമ എന്താണ്, മഹത്വം എന്താണ് എന്ന് അതിനെ വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു ആളത്വത്തെ കണ്ടെത്തുന്നതിനും ഈ സഭയിലും സമൂഹത്തിലും നമുക്കുള്ള റോൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ആമുഖമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സേവികാ സംഘത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിക്കുന്ന പുസ്തകം ഇവിടെ കുറച്ച് കോപ്പികൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത വർഷത്തെ ബൈബിൾ ക്വിസിനൊക്കെയുള്ള പോർഷനകത്ത് കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സേവികാ സംഘ ചരിത്രത്തിൻ്റെ ചില കോപ്പീസ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സേവികാ സംഘത്തിൻ്റെ ഭരണഘടനയുടെ കോപ്പികൾ ആവശ്യമുള്ളവർക്ക് അതവിടെ ലഭ്യമാണ്. അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് സന്ദർഭവശാൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സേവികാ സംഘത്തെക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് വനിതാ ബോധിനിയിലൂടെയാണ്. അപ്പോൾ ഒരു വർഷത്തെ വരിസംഖ്യ എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വാങ്ങുവാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ സേവികാ സംഘത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സെൻറ്റർ, ശാഖ, സെൻറ്റർ, ഭദ്രാസന തലങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നമുക്ക് ഒരു വളരെ സംഗതമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനോദ്ഘാടനം ഞാൻ നിർവഹിക്കുകയും അല്പസമയത്തെ നമ്മുടെ വേദ ചിന്തയ്ക്കായിട്ട് ഒരുങ്ങുകയും നമുക്ക് ചെയ്യാം. ഞാൻ നമ്മുടെ അല്പസമയത്തെ ഒരു ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം തന്നെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഇവിടെ അച്ഛനും ആ ഒരു ഭാഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായല്ലോ. അവിടെ അതിലൊരു വാക്യം മാത്രം ഞാൻ വായിക്കാം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മാതാവും പിതാവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി കരേറ്റുന്നു. കർത്താവേ, ഈ വചനത്തിലൂടെ ആഴമായിട്ടുള്ള സത്യങ്ങളെ ഗ്രഹിക്കുന്നതിനും സ്ത്രീ ജീവിതങ്ങളെ എപ്രകാരമാണ് അങ്ങ് രൂപാന്തരപ്പെടുത്തുന്നു എന്നത് മനസ്സിലാക്കുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അപ്പം നമ്മൾ ഈ വേദഭാഗം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ്, അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും വേണം ചോദിച്ചാൽ ഇത് എത്ര നാളായിട്ട് കേൾക്കുന്നില്ലേ, ശമരിയ സ്ത്രീ കേട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ നമ്മൾ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലേ? അപ്പോൾ പുരുഷ കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 1700 2000-ഓളം പുരുഷ കഥാപാത്രങ്ങൾ ഇതിലൂടെ മിന്നിമറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതൊരു 170-നോട് അടുത്ത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ പലരുടെയും പേരുകൾ അതും ഇതും ഒന്നാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനുണ്ട്. ചിലർക്ക് പേരില്ല, അല്ലേ? മിക്കവാറും സ്ത്രീകൾക്കൊന്നും പേരില്ല, അല്ലേ? അവൾ പേർ നഷ്ടപ്പെട്ടവളാണ്, അല്ലേ? അല്ലെങ്കിൽ അവൾ കൂനിയാണ്, അല്ലെങ്കിൽ അവൾ വിധവയാണ്, അല്ലെങ്കിൽ അവൾ ശമരിയാക്കാരത്തിയാണ്, അല്ലെങ്കിൽ അവൾ കനാന്യ സ്ത്രീയാണ്, അല്ലേ? അപ്പോൾ സ്ത്രീകളുടെ പേര് പോലും നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പം കൂനിയോ വിധവയോ അല്ലെങ്കിൽ ശമരിയാക്കാരത്തിയോ കനാന്യ സ്ത്രീയോ ഇങ്ങനെയുള്ള ലേബലുകളൊക്കെ മാത്രമേ നമുക്ക് സ്ത്രീകൾക്ക് ഇവിടെ, അല്ലെങ്കിൽ അവൾ വേശ്യാക്കാരി
കുറ്റത്തിൽ പിടിക്കപ്പെട്ടവളോ അല്ലേ, അല്ലെങ്കിൽ അവൾ പാപിനിയോ അല്ലേ. അപ്പോൾ സ്ത്രീകളുടെ ആ അഡ്ജക്റ്റീവ്സ് എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള അഡ്ജക്റ്റീവുള്ള കഥാപാത്രങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പേർ നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളാണ് ഇതിനകത്തുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വീണ്ടും വീണ്ടും നമ്മൾ കേട്ടതാണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുകയും ആഴത്തിൽ പഠിക്കുകയും ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ അർത്ഥതലങ്ങളെ, പുതിയ പുതിയ അർത്ഥതലങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ ആഴത്തിൽ ഉറപ്പിക്കാൻ അത് സഹായകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു പേര് പറയാത്ത ഒരു സ്ത്രീയുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. ഈ ശമര്യ സ്ത്രീയും തമ്മിലുള്ള ഈ സംഭാഷണം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് പല തലങ്ങളെ അത് സ്പർശിച്ചുകൊണ്ടാണ് ഇത് മുന്നേറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇതിനകത്ത് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒത്തിരി തലങ്ങളുണ്ട് അല്ലേ. നീ യഹൂദൻ, ഞാൻ ശമര്യക്കാരത്തി. അപ്പോൾ ഒരു സോഷ്യൽ ആസ്പെക്ട്സിനെ പറ്റി അതിനകത്ത്, അല്ലെങ്കിൽ സോഷ്യൽ ഡിവിഷനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ തലത്തെപ്പറ്റി ഇതിനകത്ത് പ്രസ്താവിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആ സ്ത്രീ കടന്നു പോകുന്ന ഒരു ആത്മസംഘർഷങ്ങളുണ്ട് അല്ലേ. അവളുടെ പേഴ്സണൽ തലത്തിൽ, അവളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൾ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു തലങ്ങളിലേക്കും ഈ സംഭാഷണം പ്രവേശിക്കുന്നുണ്ട് അല്ലേ. അത് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നീട് ആ സ്ത്രീ ദൈവാന്വേഷണം ഒക്കെ നടത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ദൈവശാസ്ത്രം, എവിടെയാണ് ദൈവത്തെ കണ്ടെത്തേണ്ടതെന്നൊക്കെ അവൾ പറയുമ്പോൾ ഒരു ദൈവശാസ്ത്രത്തിൻ്റെ തലവും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇത് വളരെയധികം ആസ്പെക്ട്സ് ഇതിനകത്തൂടെ കടന്നു പോകുന്നുണ്ട്. സോഷ്യൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ തലങ്ങൾ, അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിൻ്റെ തലങ്ങൾ, ദൈവശാസ്ത്രത്തിൻ്റെ തലങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ ഞാനതിന് കൊടുക്കുന്ന ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ക്രിസ്തു ഇടപെടലുകൾ എന്നുള്ളതാണ് അതിന് ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കും. സ്ത്രീ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു ഇടപെടലുകൾ. ഇപ്പോൾ കേന്ദ്ര സേവികാ സംഘം നമ്മൾ ഒരു ഓൺലൈനായിട്ട് ഒരു ബൈബിൾ സ്റ്റഡി ആൻഡ് പ്രെയർ, ഓൺലൈൻ ബൈബിൾ സ്റ്റഡി ആൻഡ് പ്രെയർ സർക്കിൾ എന്ന് പറഞ്ഞ് മേരി ആൻഡ് മാർത്ത എന്ന പേരിൽ ആരംഭിച്ചിട്ടുണ്ട്. ചിലരെങ്കിലും അത് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ മാസത്തിൻ്റെയും ആദ്യ ചൊവ്വാഴ്ചകളിൽ സന്ധ്യയ്ക്ക് 7:30 മുതൽ 8:30 വരെ 1 മണിക്കൂർ നമ്മുടെ ഒരു ബൈബിൾ പഠനവും മധ്യസ്ഥ പ്രാർത്ഥനയുമാണ് അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകൾ, ഒരു 200ഓളം സ്ത്രീകൾ അതിൽ പതിവായിട്ട് പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കും താല്പര്യമുള്ള ഇപ്പോൾ അതിൻ്റെ സീരീസിൽ ഇപ്പോൾ ഒരു 7-8 ക്ലാസ്സുകൾ ഇപ്പോൾ നടത്തുകയുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിലാണ് നമ്മളിത്, സ്ത്രീ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തു ഇടപെടലുകൾ. അപ്പോൾ ഓരോ ആഴ്ചയിലും ഓരോ സ്ത്രീയുടെ ജീവിതത്തെ വെച്ചാണ് നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തെ പറ്റിയൊന്നും ഞാൻ കൂടുതലായിട്ട് പറയേണ്ടതില്ല അല്ലേ. യഹൂദന്മാരും ശമര്യരും തമ്മിലുള്ള ഒരു ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യം, അവിടെ ആരും എന്ത് ചെയ്യില്ല, ശമര്യയിൽ കൂടി കടന്നു പോവുകയില്ല. കാരണം ശമര്യരെന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം മതഭ്രഷ്ടരും അശുദ്ധരും ഒക്കെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അവിശ്വസ്തരായിട്ടും മതഭ്രഷ്ടരായിട്ടും ശത്രുക്കളായിട്ടും ഒക്കെയാണ് അവരെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പം യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്ന യഹൂദ സഞ്ചാരികളൊക്കെ ശമര്യയിലേക്ക് കടക്കാതെ മറ്റൊരു വളഞ്ഞ വഴി സ്വീകരിച്ചാണ് എന്ത് ചെയ്ത് കടന്നു പോകുന്നത്. എന്നാൽ യേശു മനഃപൂർവ്വമായ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ അതിരുകളെ ലംഘിച്ചുകൊണ്ട് ഈ സുഖാർ പട്ടണത്തിൽ കടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ വളരെ ദാഹിച്ച് വെള്ളം കുടിക്കാനായിട്ട് ആഗ്രഹിച്ച് യാക്കോബിൻ്റെ കിണറിനരികെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളാനായിട്ട് പട്ടണത്തിലേക്ക് പോകുന്നു. ആ ഇടവേളയിൽ ഒരു സ്ത്രീ അവിടെ വെള്ളം കോരാനായിട്ട് വരികയും ആ സ്ത്രീയുമായിട്ട് യേശു നടത്തുന്ന ഒരു സംഭാഷണം അല്ലേ, അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ദൈർഘ്യമേറിയ ഒരു സംഭാഷണമാണ്. അപ്പോൾ 38 വാക്യങ്ങളിലാണ് ഇത് പരന്ന് കിടക്കുന്നതെന്ന് പറയുന്നത്. അത് മുഴുവൻ നമ്മളിവിടെ വായിച്ചില്ല, 4 മുതൽ 14 വരെ മാത്രമേ ഞാനിവിടെ വായിച്ചുള്ളൂ. അപ്പോൾ 38 വാക്യങ്ങളിലായിട്ട് കിടക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയലോഗ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ആണ് യേശു ആരോടെങ്കിലും നടത്തിയിട്ടുള്ള സംഭാഷണം, റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭാഷണങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ സംഭാഷണം എന്ന് പറയുന്നത് ശമര്യ സ്ത്രീയുമായിട്ട് നടത്തിയ സംഭാഷണമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണത്തിലൂടെ അവളുടെ ജീവിതത്തിലുണ്ടാകുന്ന രൂപാന്തരത്തിൻ്റെ 4 തലങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ സമയം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത്
ഭിന്നതയുടെയും വംശപാരമ്പര്യത്തിൻ്റെയും കിണറുകൾക്ക് ചുറ്റും കറങ്ങാതെ പുതിയ ബോധ്യങ്ങളുടെ ഉറവ കണ്ടെത്തി സ്വയം ശക്തീകരിക്കാൻ യേശു ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഭിന്നതയുടെയും വംശപാരമ്പര്യത്തിൻ്റെയും കിണറുകൾക്ക് ചുറ്റും കറങ്ങാതെ പുതിയ ബോധ്യങ്ങളുടെ ഉറവ കണ്ടെത്തി സ്വയം ശക്തീകരിക്കാൻ യേശു ഈ സ്ത്രീയോട് ആവശ്യപ്പെടുന്നു. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ജീസസ് ഈസ് ആസ്കിങ് ദിസ് വുമൺ ടു കം ഔട്ട് ഓഫ് ദി ഗെറ്റോസ് ഓഫ് സോഷ്യൽ ഡിവിഷൻസ് ആൻഡ് ട്രഡീഷൻസ് ആൻഡ് എംപവർ ഹെർസെൽഫ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം യേശു അവളോട് എന്താ ചോദിക്കുന്നത്? വെള്ളം ചോദിക്കുന്നു അല്ലേ? വെള്ളം ചോദിക്കുമ്പോൾ അവൾ വെള്ളം കൊടുക്കുന്നുണ്ടോ? അവൾ വെള്ളം കൊടുക്കുന്നില്ല. പകരം എന്താണ് അവൾ പറയുന്നത്? അവൾ പറയുന്നത് എന്താണ്? നീ യഹൂദൻ, ഞാൻ ശമരിയാക്കാരത്തി. അപ്പോൾ മറ്റൊരു രീതിയിൽ അതിനെ നമ്മളൊന്ന് പറഞ്ഞാൽ, ആ സമൂഹത്തിൽ അവരുടെ രണ്ടുപേരും തമ്മിലുള്ള ആ സമൂഹത്തിൽ നിലവിലിരിക്കുന്ന ഒരു ഭിന്നതയുടെ നൊമ്പരമാണ് അവൾ പങ്കുവയ്ക്കുന്നത്, ആ വേദനയാണ് അവൾ പങ്കുവയ്ക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ജീവന് നിലനിർത്തുവാൻ അത്യാവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അവിടെ നിലനിൽക്കുന്ന ഒരു സാമൂഹിക ഭിന്നതയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഈ യഹൂദരും ശമര്യരും തമ്മിൽ എന്താണ്, വലിയൊരു ശത്രുത കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നാണ് അവളും അവളുടെ ജീവിത വീക്ഷണത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അവളും ആ ബോധ്യമാണ് ഉള്ളിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പണ്ട് കാലത്ത്, ദാവീദിൻ്റെ കാലത്ത് അവർ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. എന്നാൽ ചില നിരർത്ഥകമായിട്ടുള്ള പ്രശ്നങ്ങളെ ചൊല്ലി അവർ തമ്മിൽ പിണങ്ങുകയും പിന്നീട് ആ ശത്രുത തലമുറയിൽ നിന്ന് തലമുറ കഴിയും തോറും അത് വലുതായി വലുതായി വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ജീവനെ നിലനിർത്തുന്ന ജലം കൊടുക്കുന്നതിന് തടസ്സമായിരിക്കുന്ന കാര്യം അവൾ അവിടെ ഉന്നയിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ പലപ്പോഴും നമ്മളും ഇതുപോലെ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് പലപ്പോഴും ഈ ഡിവിഷൻസ് ഒരു തടസ്സം. നമ്മളിവിടെ യേശു പറയുകയാണ്, നീ ഈ വംശപാരമ്പര്യങ്ങളുടെ കിണറുകൾക്ക് ചുറ്റും കിടന്ന് കറങ്ങാതെ ഒരു പുതിയ ബോധ്യത്തിൻ്റെ ഉറവ കണ്ടെത്തി ശക്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ യേശു അവളോട് അതിന് മറുപടിയായിട്ട് പറയുന്നത് എന്താണ്? നീ ആരാണ്? നീ ദൈവത്തിൻ്റെ ദാനം. യേശു അവളോട് പറയുന്നത് എന്താണ്? അതിന് മറുപടിയായിട്ട് പറയുന്നത് എന്താ കാര്യം? നീ ദൈവത്തിൻ്റെ ദാനവും എന്താണ് നിന്നോട് ചോദിക്കുന്നത് ആര് എന്ന് പറഞ്ഞെങ്കിൽ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു എന്താണ് സ്പെസിഫിക്കായിട്ട് ചോദിക്കുന്നത്? നീ ആരാണ്? അപ്പോൾ യേശു ദൈവം നമ്മളോട് ചോദിക്കും, നീ ആരാണ്? നീ ദൈവത്തിൻ്റെ ദാനമാണ്. വി ആർ ഓൾ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് അല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലേ? നീ യഹൂദൻ ശമര്യർ എന്ന് പറയുന്ന ഭിന്നത ആരുണ്ടാക്കിയതാണ്? ഇത് മനുഷ്യനുണ്ടാക്കിയ ഭിന്നതയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ യുവർ പ്രൈമറി ഐഡൻറ്റിറ്റി ഈസ് ദാറ്റ് യു ആർ ദി ഡോട്ടർ ഓഫ് ഗോഡ്. നമ്മുടെ എല്ലാം പ്രൈമറി ഐഡൻറ്റിറ്റി എന്താണ്? യു ആർ ദി ഡോട്ടർ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രൈമറി ഐഡൻറ്റിറ്റി മറന്നിട്ട് സെക്കൻഡറി ഐഡൻറ്റിറ്റികളായ യഹൂദൻ, ശമര്യൻ അല്ലേ, അല്ലെങ്കിൽ യജമാനൻ, ദാസൻ, ഇതുപോലെയുള്ള ഭിന്നതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു മനുഷ്യ കുഞ്ഞിനെ നമ്മളിവിടെ കുഞ്ഞ് ഇവിടെ കിടത്തിയാൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഭാഷ അറിയാമോ? ഇല്ല. അതിന് ജാതി അറിയാമോ? ഇല്ല. അപ്പോൾ അതിന് ഈ യാതൊരു കാര്യങ്ങളും, അതിൻ്റെ വർണ്ണം, വർഗം, ജാതി, ഭാഷ, ഇതൊന്നും അതിനറിയില്ല. അതിന് എവിടെയാണോ വളർത്തുന്നത് അത് ആ സാഹചര്യത്തിനനുസരിച്ച് അതെന്ത് ചെയ്യും? രൂപപ്പെട്ടു വരും. ഇപ്പോൾ എൻ്റെ മകൻ ഭോപ്പാലിലാണ് താമസിക്കുന്നത്, മധ്യപ്രദേശിൽ. അപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ട്, മൂന്ന് വയസ്സായ ഒരു കൊച്ചുമകളുണ്ട് എനിക്ക്. അപ്പോൾ ആ മകള് ഇപ്പോൾ ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ ഹിന്ദി പറഞ്ഞെങ്കിലേ അവൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഹിന്ദി പഠിക്കാനും അല്ലെങ്കിൽ എൻ്റെ പഴയ ഹിന്ദിയൊക്കെ ഞാൻ ഓർത്തെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം അവളെ ഞാൻ ഇവിടെയാണ് വളർത്തിയിരുന്നെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞേനെ അല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മളെല്ലാവരും ഒരു പ്രൈമറി നേച്ചർ നമുക്കുണ്ട്. അതെന്താണ്? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ളതാണ്. എന്നാൽ ഈ സമൂഹം നമ്മുടെ മേൽ ചാർത്തി തരുന്ന ഒരുപാട് മറ്റ് ലേബിൾസ് ഉണ്ട്. അതിനെയൊക്കെ സെക്കൻഡറി നേച്ചറാണ്. അത് നമ്മൾ തിരിച്ചറിയണം അല്ലേ? അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താണ്, വേണ്ടാത്ത കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. നമ്മൾ വംശത്തിനും വർഗത്തിനും ജാതിക്കും ചേർത്തിരിവുകൾക്കും ഒക്കെയാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. അപ്പോൾ യേശു അവൾക്കൊരു പുതിയ തിരിച്ചറിവിൻ്റെ പ്രകാശം നൽകുകയാണ്. നീ യഹൂദൻ ശമര്യ എന്നുള്ള ഭിന്നത അല്ലേ, അത് നീ ഉണ്ടാക്കി വെച്ചതല്ല അല്ലേ? അത് നിനക്ക് മുമ്പേ ഇവിടെ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ വഴിയൊന്ന് മാറി നടക്കാൻ നിനക്ക്
സാധിക്കുമോ എന്നാണ് യേശു അവളോട് ചോദിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വംശപാരമ്പര്യങ്ങളുടെ കിണറുകൾക്ക് ചുറ്റും കറങ്ങാതെ നമ്മൾ ഒരു പുതിയ ബോധ്യം, ഒരു സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പാത വെട്ടി തുറക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. നമ്മളും ഇങ്ങനെയാണ്, അല്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ വയൽ കൃഷി ചെയ്തിരുന്നവരൊക്കെ വരുമ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അടുത്ത സമയത്ത് തീത്തോസ് തിരുമേനി ഒരു കാണ്ടമ്മ മെമ്മോറിയൽ ടോക്കിന് വന്ന സമയത്ത് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഒരു ഫുഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ച എത്ര പേരുണ്ട് എന്ന് തിരുമേനി ചോദിക്കുകയുണ്ടായി. അപ്പം നമ്മൾ ഈ ദൈവരാജ്യ മൂല്യങ്ങളൊക്കെ ഈ ഞായറാഴ്ച ഇവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ അടച്ചിട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്നവരാണ്, അല്ലേ? അപ്പം മറ്റുള്ളവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? എൻ്റെ അപ്പുറത്തിരിക്കുന്ന അയൽക്കാരൻ ആരാണ്? അവൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവുമ്പോഴേ ഈ ജാതി ചിന്തകളെയും വർണ്ണ ചിന്തകളെയും വർഗ ചിന്തകളെയൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷനുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നതാണ്, അല്ലേ? എങ്ങനെയാണ് ഒരു വർഗീയ വിദ്വേഷം കുത്തി നിറച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. മണിപ്പൂരിൽ നമ്മളത് കണ്ടു, ഇല്ലേ? അപ്പോൾ രണ്ട് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ജനതയെ ഭിന്നിപ്പിച്ചുകൊണ്ട്, അല്ലേ, ഒരു വംശം മറ്റൊരു വംശത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് സ്ത്രീകളെയൊക്കെ പീഡിപ്പിച്ച് നഗ്നരാക്കി തെരുവിലൂടെ നടത്തി, അല്ലേ? ഇതൊന്നും നമ്മളെ ആരെയും ബാധിക്കുന്നില്ല, അല്ലേ? ഇതൊന്നും ആസ് ഫാർ ആസ് എൻ്റെ വീട്ടിനകത്തേക്ക് ഇത് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഞാനിതുമെല്ലാം നിസ്സംഗരായിട്ട് നമ്മൾ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വംശപാരമ്പര്യങ്ങളുടെ വർഗ വ്യത്യാസങ്ങളുടെയൊക്കെ കിണറുകൾക്ക് ചുറ്റും കറങ്ങാതെ പുതിയ ബോധ്യങ്ങളെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. സ്ത്രീകളായിട്ടുള്ള നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് തെറ്റായിട്ടുള്ള ബോധ്യങ്ങളൊക്കെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നവരാണ്. ഒരു സ്ത്രീയെ എഡ്യൂക്കേറ്റ് ചെയ്താൽ ഒരു തലമുറയാണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളാണോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. ഈ പുരുഷാധിപത്യ മൂല്യങ്ങളൊക്കെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത് സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല, അല്ലേ? നമ്മൾ നമ്മുടെ മകളെയും മകനെയും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, മകളെയും മരുമകളെയും എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ആ വ്യത്യാസങ്ങളിലൊക്കെ നമ്മുടെ തലയിൽ കുറേ സ്ക്രിപ്റ്റ് സമൂഹം പകർന്നു തന്നിട്ടുണ്ട്. പക്ഷേ അതിനെ ഒന്നും അതിജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ ആ വഴിയെ തന്നെ എന്ത് ചെയ്യത്തുള്ളൂ, പോവുകയുള്ളൂ. ആ വഴിയൊന്നും മാറി നടന്നവരിലൂടെയാണ് ഈ ചരിത്രം എപ്പോഴും വലിയ വൻ കാര്യങ്ങളെ സാധിക്കുവാനായിട്ട്. ഇന്ന് അച്ഛൻ പറഞ്ഞല്ലോ, മോനി കൊച്ചമ്മ, അല്ലെ റേച്ചൽ മാത്യു കൊച്ചമ്മയെ, അല്ലെങ്കിൽ അന്നമ്മ ജോർജ് കൊച്ചമ്മയൊക്കെ ഇന്നും സ്മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ എല്ലാവരും നടന്ന വഴിയിൽ നിന്ന് മാറി നടക്കാൻ തയ്യാറായതുകൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇത് ദൈവരാജ്യ മൂല്യത്തിന് നിരക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പെരുമാറേണ്ടത് ആവശ്യമാണ്. സ്ത്രീകളായ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു സെൽഫ് എസ്റ്റീം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ യേശുവിടെ പറയുന്നത്, നീ ഈ ഒരു വംശപാരമ്പര്യങ്ങളുടെ കിണറുകൾക്ക് ചുറ്റും കറങ്ങാതെ പുതിയ ബോധ്യങ്ങളുടെ ഉറവ കണ്ടെത്തി ശക്തീകരിക്കുവാനായിട്ട് യേശു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ ഒരു ജ്ഞാനത്തിൻ്റെ അരുവി പുറപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അന്ന് സമൂഹം അവളുടെ ഉള്ളിൽ കുത്തി നിറച്ചിരുന്ന വൈരുദ്ധ്യങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് യേശു അവൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളും സ്ത്രീകളായിട്ടുള്ള നമ്മളും ചിന്തിക്കേണ്ടത് തെറ്റായിട്ടുള്ള ജ്ഞാനബോധ്യങ്ങളെയാണോ നമ്മൾ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതല്ല, ഇത് യേശു ക്രിസ്തുവിൻ്റെ എന്ന വെളിച്ചത്തിൽ തട്ടിച്ചു നോക്കിക്കൊണ്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കടന്ന് സ്വയം ശക്തീകരിക്കാനുള്ളൊരു മാർഗമാണ് യേശു ഈ സ്ത്രീക്ക് പകർന്നത്. അതാണ് ഞാൻ ഒന്നാമതായിട്ട് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ചിന്തയിലുണ്ടായ ഒന്നാമത്തെ ഒരു രൂപാന്തരത്തിൻ്റെ ഒരു തലം. നീ യഹൂദൻ, ഞാൻ ശമര്യ എന്നുള്ള ഭിന്നതയുടെ വഴി മാറി ഒരു സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത വെട്ടിത്തുറക്കുവാൻ, ഒരു പുതിയ ജ്ഞാനബോധ്യം ഉള്ളിൽ സ്വീകരിക്കുവാനായിട്ട് യേശു അവളെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട് യേശു അവളുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു രൂപാന്തരം അല്ലെങ്കിൽ അവളെ ശക്തീകരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു അനന്തമായിട്ടുള്ള സാധ്യതകളെ കണ്ടെത്തി സ്വയം ശക്തീകരിക്കാൻ യേശു അവളെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീസസ് ഈസ് ആസ്കിങ് ദിസ് വുമൺ ടു ഡിഗ് ഔട്ട് ഹെർ ഇന്നർ പോസിബിലിറ്റീസ് വിച്ച് ഗോഡ് ഹാസ് ഡെപ്പോസിറ്റഡ് ഇൻ ഹെർ. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു സാധ്യതയെ ദൈവം നൽകിയിട്ടുണ്ട്, അല്ലേ? പക്ഷേ ആ സാധ്യതയെ കണ്ടെത്തി അത് ഉപയോഗിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ജീവിതത്തിൽ
ജീവിതത്തിൽ സക്സസ്ഫുള്ളായി എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യേശുവുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ യേശു പറയുന്നു, ഈ വെള്ളം തരാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു തടസ്സം അവൾ പറഞ്ഞത് നമ്മൾ തമ്മിലൊരു അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡിവിഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവൾ പിന്നെ അടുത്ത ഒരു തടസ്സവാദം ഉന്നയിക്കുന്നത് ഈ കിണർ വളരെ ആഴമുള്ളത് എന്നാണ്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ തടസ്സം എന്താണ്? ഈ കിണർ വളരെ ആഴമുള്ളത് എന്ന് അവൾ പറയുന്നു. അപ്പോൾ ഈ സ്ത്രീയുടെ ഈ ഒരു പരാമർശനം സ്വയശാക്തീകരണത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് അവളെയും നമ്മെയും നയിക്കുന്നത് എന്നുള്ളതാണ്. ഈ കിണർ വളരെ ആഴമുള്ളത്. അപ്പോൾ കർത്താവ് ഇവിടെയും പറയാതെ പറയുന്ന ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ കിണർ വളരെ ആഴമുള്ളത് എന്ന് അവൾ പറയുമ്പോൾ യേശു ഒരു പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ചോദിച്ചിരിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഈ കിണറിൻ്റെ ആഴമാണോ അതോ കയറിൻ്റെ നീളമാണോ? ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി, ഏതാണ് യഥാർത്ഥ പ്രശ്നം, അല്ലേ? നമ്മളൊക്കെ വലിയ ആഴമുള്ള കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിയിട്ടുള്ളവരാണ്, അല്ലേ? പക്ഷേ നമുക്ക് സഫീഷ്യൻ്റായിട്ട് നീളമുള്ള ഒരു കയറ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരാഴവും ഒരു പ്രശ്നമല്ല, അല്ലേ? അപ്പോൾ ആ ഒരു പുതിയ സാധ്യതയിലേക്കാണ് ആ ഒരു സംഭാഷണം നയിക്കുന്നത് എന്നുള്ളത്. അപ്പം കിണറിൻ്റെ ആഴമല്ല പ്രശ്നം, അല്ലേ? കയറിൻ്റെ നീളമാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലേ, ആ പ്രശ്നങ്ങളുടെ ആഴം പറഞ്ഞ് അല്ലെങ്കിൽ ആഴം കണ്ട് നമ്മൾ പകച്ചു നിൽക്കുന്നവരായിരിക്കും, ഇല്ലേ? നമ്മുടെ കയ്യിലുള്ള സാധ്യതകൾ എന്താണെന്ന് നമ്മൾ മറന്നു പോകുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ കൈവശമുള്ള സാധ്യതകളാകുന്ന ആ കയറുകളെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാൻ നമ്മൾ മറന്നു പോവുകയും പ്രശ്നങ്ങളുടെ ആഴം പറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ, നീളമുള്ള കയറുണ്ടെങ്കിൽ വെള്ളം കോരാം എന്നുള്ളൊരു സാധ്യതയിലേക്കാണ് യേശു അവളെ നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ യഹൂദ ശമരിയ ഭിന്നത നിനക്ക് മുമ്പേ ഇവിടെ ഉള്ളതാണ്, മുമ്പേ ഞാൻ പറഞ്ഞു, ഇല്ലേ? എന്നാൽ അതൊരു പുതിയ പാത വെട്ടി തുറക്കാനുള്ള ഒരു സാധ്യത നിന്നിലുണ്ട്, അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ എന്ന് യേശു ചോദിക്കുകയാണ്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നീളമുള്ള കയറ് കക്ഷത്തിൽ മടക്കി വെച്ചിട്ട് പലപ്പോഴും നമ്മൾ കിണറിൻ്റെ ആഴത്തെ ഓർത്ത് വിലപിക്കുന്നവരാണ് എന്നുള്ളതാണ്. അത് നമ്മുടെയൊക്കെ ഒരു പുതിയ സാധ്യതകളിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു ധൈര്യം ആണ് ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെയൊക്കെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു ധൈര്യം ആവശ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ കണ്ടിട്ടുള്ള ആളുകളെയൊക്കെ വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനം ഈ ചരിത്രത്തിൽ ചെലുത്തിയിട്ടുള്ളവരെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ അങ്ങനത്തെ സാധ്യതകളിലേക്ക് എടുത്തിയാടിയിട്ടുള്ളവരാണ്. അല്ലാതെ വീടിൻ്റെ അടുക്കളയുടെ മൂലയിൽ ഇരുന്നവരിൽ കൂടെ ഒന്നും സംഭവിക്കാനായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പുതിയ സാധ്യതകളിലേക്ക് എടുത്തു ചാടാനുള്ളൊരു ധൈര്യമാണ് നമുക്ക് ആവശ്യം എന്നുള്ളത്. അതിനുള്ളൊരു ഇമാജിനേഷൻ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. കാണ്ടമ്മയ്ക്കും ഒച്ചമ്മയ്ക്കൊക്കെ ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു ഇമാജിനേറ്റീവ് പവറാണ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സമയത്ത് ഞാൻ വായിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഇറാഖിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ ഉള്ള ഒരു യസീദി എന്ന് പറയുന്ന വംശത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയായിരുന്നു നാദിയ മുറാദ്. അപ്പോൾ ഈ നാദിയ മുറാദ് അവിടുത്തെ ഇറാഖിൽ IS ഭീകരർ അവരുടെ ഗ്രാമത്തെ എല്ലാം ആക്രമിച്ച് അവിടുത്തെ പുരുഷന്മാരെയൊക്കെ കൊന്നുകളയുകയും സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി അവരെ ക്രൂരമായിട്ടുള്ള പീഡനത്തിനും ബലാത്സംഗത്തിനുമൊക്കെ ഇരയാക്കുകയും ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്കൊക്കെ കൈമാറ്റം ചെയ്യുകയും ചെയ്ത ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഈ നാദിയ മുറാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങനെ ഒരു ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന സമയത്ത്, അവിടെ കാവൽക്കാർ ഉറങ്ങിക്കിടന്ന സമയത്ത് അവിടെ അവളുടെ പർദ്ദ ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഓടി അവൾ ഏതോ ഒരു വീട്ടിൽ ചെന്ന് കയറി. ആ വീട്ടുകാരോട് ഇവളുടെ അവസ്ഥയൊക്കെ പറഞ്ഞപ്പോൾ അവർ വളരെ ദയവുള്ളവരായിരുന്നു. അവളെ സഹായിച്ച് അവളെ കുർദിസ്ഥാനിൽ എത്തിക്കുവാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം അവൾ പിന്നീട് അവളെപ്പോലെ ഇതുപോലെ ക്രൂരമായിട്ടുള്ള പീഡനത്തിനിരയായ പെൺകുട്ടികളെയൊക്കെ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവൾ ഏർപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള വംശഹത്യ, ആസൂത്രിതമായിട്ടുള്ള വംശഹത്യക്കെതിരായിട്ട് ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു സംഘടനയിൽ അവൾ ചേർന്നു. യസ്ദ എന്നു പേരുള്ള ഒരു സംഘടനയിൽ അവൾ ചേർന്നിട്ട് ആയിരക്കണക്കിന് വേദികളിൽ അവൾക്കുണ്ടായ അനുഭവങ്ങൾ അവൾ ഷെയർ ചെയ്തു. അതുപോലെ പിടിക്കപ്പെട്ട പെൺകുട്ടികളെയൊക്കെ മോചിപ്പിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിതമായിട്ട് അവർ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മനുഷ്യക്കടത്തിനെ അതിജീവിച്ചവരുടെ ഒരു ക്ഷേമാഭിമാനത്തിന് വേണ്ടിയിട്ട് അവൾ പ്രവർത്തിക്കാൻ തുടങ്ങി. കാരണം നമ്മൾക്കറിയാം,
ഒരുപാട് ഇങ്ങനെയുള്ള ക്രൂരമായ പീഡനത്തിനിരയായ പെൺകുട്ടികളൊക്കെ വലിയ ട്രോമയിൽ കൂടെ കടന്നു പോവുകയും വലിയ മെൻ്റൽ ഇൽനെസ്സിലേക്ക് അല്ലെങ്കിൽ വലിയ ഡിപ്രഷനിലേക്കൊക്കെ കടന്നു പോവുക പെൺകുട്ടികളാണ്. അപ്പോൾ അവരെയൊക്കെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് അവൾ എന്ത് ചെയ്തു? ഉള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ UN അവളെ ഒരു അത്തരത്തിലുള്ള ക്ഷേമാഭിമാന പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒരു അംബാസഡറാക്കി അവളെ നിയോഗിച്ചു. അങ്ങനെ 2018 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകം അവളെ ആദരിച്ച പെൺകുട്ടിയാണ്. ഒരു 25-26 വയസ്സുള്ള പെൺകുട്ടിയാണ് ആര്? ഈ നാദിയ മുറാദ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളുടെ ആഴം കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയല്ല അവൾ ചെയ്തത്. പിന്നെ എന്താണ്? തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ കഴിവിനെയും സാധ്യതയും അവൾ എന്ത് ചെയ്തു? പുറത്തെടുത്തത് കൊണ്ടാണ് അവൾക്ക് എന്ത് ചെയ്ത്? അവൾക്ക് രക്ഷപ്പെടാനും അവളെപ്പോലെ പ്രയാസം അനുഭവിച്ച മറ്റു പെൺകുട്ടികളെ രക്ഷിക്കാനും അവൾക്ക് സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നാദിയ മുറാദ് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലായിരിക്കാം, ഇല്ലേ? നമുക്കൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വരുമ്പോഴും നമ്മളെന്താണ്? പതറിപ്പോകുന്നവരാണ് പലപ്പോഴും, ഇല്ലേ? ഞാനിപ്പോൾ ഈ സേവികാ സംഘത്തിലായിരിക്കുമ്പോൾ നിരവധി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ പലരും വന്ന് നമ്മളോട് ഷെയർ ചെയ്യുകയും കേൾക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ മദ്യപാനത്താൽ പ്രയാസപ്പെടുന്നവർ, ഭർത്താവ് മരിച്ചതിൻ്റെ വേദനയിലൂടെ, രോഗത്തിൻ്റെ വേദനയിലൂടെ ഒക്കെ കഴിയുന്ന നിരവധി സ്ത്രീകളെ ഈ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ അവരുടെ സംസാരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കുന്നത്, അങ്ങനെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം, ഇല്ലേ? ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു വിറ്റ്നസ് ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾക്കറിയാം കൊട്ടാരക്കരയാണ് എൻ്റെ ഭവനം എന്ന് പറയുന്നത്. ആവിയോട്ട് കുടുംബത്തിലൊക്കെയാണ് ജനിച്ചത്. എൻ്റെ വല്യപ്പച്ചനൊക്കെ അച്ഛനായിരുന്നു. എൻ്റെ പിതാവ് എയർഫോഴ്സിലായിരുന്നു. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുന്ന ഒരു സമയത്ത് വളരെ ആകസ്മികമായിട്ടാണ് എൻ്റെ പിതാവിൻ്റെ മരണം സംഭവിച്ചത്. എൻ്റെ മാതാവിനും പിതാവിനും ഞങ്ങൾ 6 പെൺമക്കളാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴേ എല്ലാവരും മൂക്കത്ത് കൈവെക്കുന്ന ഒരു അവസ്ഥയാണ്. 6 പെൺകുട്ടികൾ. അപ്പോൾ പക്ഷേ 48ാമത്തെ വയസ്സിൽ വളരെ ആകസ്മികമായിട്ട് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയ ഒരു പട്ടിയുടെ കുഞ്ഞ്, 3 മാസമുള്ള ഒരു പട്ടിയുടെ കുഞ്ഞ് എൻ്റെ ഫാദറിൻ്റെ കാലിലൊന്ന് കടിച്ചു. അപ്പോൾ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും എന്നുള്ള സംശയം ഉണ്ടായി. പലരോടും അത് വളരെ കടിക്കുന്ന ഒരു ലക്ഷണം തോന്നിയപ്പോൾ ഇതിനെ വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും ആൻറ്റി റാബിസ് ഇഞ്ചക്ഷൻ ആ കാലെടുത്തു. 1977 പക്ഷേ ഏറ്റവും അവസാനം എൻ്റെ പപ്പായും ഞാനും കൂടെ പോയാണ് ആ ഇഞ്ചക്ഷൻ എടുത്തത്. എനിക്കത് ഇന്നും എനിക്കിങ്ങനെ ഓർമ്മയാണ്. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അന്ന് ആ പുക്കിളിന് ചുറ്റും എടുക്കുന്ന ഇഞ്ചക്ഷനൊക്കെയാണ്. കൃത്യം 35 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിനത് റിയാക്ഷനായി. അങ്ങനെ ഓൾ ഓൺ എ സഡൻ 48 വയസ്സുണ്ടായിരുന്നു എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയായിരുന്നു. ഒരു 3-4 മാസത്തേക്ക് എൻ്റെ അമ്മ ബെഡിൽ നിന്ന് എഴുന്നേക്കത്തേയില്ല. അതോടുകൂടി എങ്ങനെ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ഒരു 7 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള 6 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രയാസത്തിൽ അന്ന് വരെ ഭർത്താവിൻ്റെ നിഴലായിട്ട് മാത്രം നടന്നിരുന്ന അമ്മ, പക്ഷേ ഒരു 4 മാസം കഴിഞ്ഞ് ഒരു ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അമ്മ ഉണർന്നെഴുന്നേറ്റ് ഭവനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ആരംഭിച്ചു. എല്ലാ ദിവസവും 4:30 മണിക്ക് എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉണർന്നത്. വളരെ മെലിഞ്ഞ് ക്ഷീണിതയായ ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറയും, മമ്മി കിടക്കെന്ന് പറഞ്ഞാൽ മമ്മി കിടക്കത്തില്ല. അപ്പോൾ പറയും, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ അറിയിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഞങ്ങളൊക്കെ വിവാഹം കഴിച്ച് പിന്നെ മമ്മി ആരോടും എല്ലാവരോടും പറയും, എൻ്റെ വീട് മുങ്ങിപ്പോകാനുള്ള കണ്ണുനീരാണ് ഞാൻ ഒഴുക്കിയിട്ടുള്ളതെന്ന് പറയും ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ മക്കളെ വളർത്തുന്നതിലും ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലും ആ അമ്മയുടെ ധ്യാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പെൺകുട്ടികളെ ആരെയും 10ാം ക്ലാസ് പഠിപ്പിച്ച് ആരുടെയും കൂടെ കെട്ടിച്ചുവിടാനൊന്നും അമ്മ തയ്യാറല്ലായിരുന്നു. എല്ലാവരും പഠിക്കുവാൻ സമർത്ഥരായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരവരുടെ അഭിരുചിക്ക് ഏതറ്റം വരെ പഠിക്കാമോ ആ അറ്റം വരെ പഠിക്കുവാനും സ്വന്തമായിട്ട് എല്ലാവർക്കും ഒരു ജോലി സമ്പാദിക്കുവാനും എല്ലാവരും നല്ല നിലകളിൽ, ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, 2 പേർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉദ്യോഗസ്ഥരായിരുന്നു. ഞാൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഞാൻ ഭൗതികമായിട്ട് വലിയ സംഭവമാണെന്ന് പറയാനല്ല ഞാനത് പറയുന്നത്. കാരണം ഏറ്റവും മെച്ചമായ രീതിയിൽ ആ ഒരു ഭവനത്തെ നെയ്തെടുക്കാനായിട്ട് തൻ്റെ ഉള്ളിലുള്ള സാധ്യതകളുടെ കയറിനെ പുറത്തെടുക്കാൻ ആ സമയത്ത് അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനോട് നമ്മളെങ്ങനെ
പ്രതികരിക്കുന്നു, ആ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ പലരും സിമിലറായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരുണ്ടാവും. കാരണം നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ കിഴവൻ്റെയും കഴുതയുടെയും കഥ പറയുമല്ലോ അല്ലേ. കഴുതയെ മണ്ണ് വെട്ടിയിട്ട് മൂടാനായിട്ട് ശ്രമിച്ച സമയത്ത് ഓരോ കുട്ട മണ്ണ് വീഴുമ്പോഴും ആ കഴുത എഴുന്നേറ്റ് നിന്ന് കുടയുന്ന കഥയൊക്കെ നമ്മൾ പറയും ഇല്ലേ. അപ്പോൾ അങ്ങനെ അത് കുടഞ്ഞു കളഞ്ഞതുകൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത്, അവസാനത്തെ കുട്ട മണ്ണ് വീണപ്പോൾ അതിന് പുറത്ത് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു പ്രശ്നത്തോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കുന്നു, അവിടെ കിടന്നു വേണമെങ്കിലും പ്രതികരിക്കാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് കുടഞ്ഞു വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളുടെ കയറിനെ പുറത്തെടുക്കുവാൻ അല്ലേ, കിണറിൻ്റെ ആഴം കണ്ട് ഭയപ്പെടുന്നവരായിട്ടല്ല, നമ്മുടെ ഒരു സാധ്യതകളെ പുറത്തെടുക്കുവാൻ യേശു ഈ സ്ത്രീയെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ രൂപാന്തരത്തിൻ്റെ തലമെന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അവളുടെ ആന്തരികതയിൽ തിളച്ചുമറിയുന്ന സംഘർഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയം ശക്തീകരിക്കാൻ യേശു ഈ സ്ത്രീയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അവളുടെ ആന്തരികതയിൽ ജീസസ് ഈസ് ആസ്കിങ് ഹർ ടു സോർട്ട് ഔട്ട് ദി കോൺഫ്ലിക്ട്സ് റാപ്ഡ് അറൗണ്ട് ഹർ. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഒരു സ്ത്രീയാണ് അല്ലേ. അപ്പോൾ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളുണ്ട്. അത് 5 ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നതാണ്, അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിലും നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവളുടെ ജീവിതത്തിൽ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. ലിറ്ററൽ സെൻസിലാണ് നമ്മൾ പലപ്പോഴും അത് എടുക്കുന്നത്. അത് എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവളുടെ ഒരു ആന്തരിക തലത്തിലേക്ക് അവിടെ പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ളത് എൻ്റെ ഭർത്താവല്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. അതിനെപ്പറ്റി ഞാൻ കുറച്ചിങ്ങനെ വായിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത്, അവളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു സീരീസ് ഓഫ് അൺഫോർച്ചുനേറ്റ് എക്സ്പീരിയൻസ് അതൊരു അപ്പം കരിഞ്ഞു പോകുന്നത് മുതൽ ഒരു മകനെ പ്രസവിക്കാൻ കഴിവില്ലാത്തത് വരെ എന്തായിത്തീരും, ഒരു സ്ത്രീയെ ഉപേക്ഷിക്കാനുള്ള കാരണമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഉടനെ സ്ത്രീകൾ പറയും, ഓ അങ്ങനെയല്ല, എന്നാലും അവൾ 2 മണിക്ക് വെള്ളം കോരാൻ വന്ന എന്തിനായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നും നമ്മളിപ്പോഴും തയ്യാറല്ല. കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗത്തെ അധികരിച്ച് തന്നെ ഓൺലൈൻ ബൈബിൾ സ്റ്റഡി നടന്നു. അപ്പോൾ അവസാനം ഒരു സ്ത്രീ ചോദിച്ചു, എന്നാലും അച്ഛാ അവൾ 2 മണിക്ക് എന്തിനാണ് വെള്ളം കോരാൻ വന്നത്? അപ്പോൾ നമ്മുടെ സംശയം ഇപ്പോഴും അവിടെ കിടക്കുന്നേ ഉള്ളൂ. അവൾ 2 മണിക്ക് വെള്ളം കോരാൻ വന്നത്. നമ്മളിങ്ങനെയാണ് അല്ലേ. നമ്മളിങ്ങനെ നമ്മുടെ സേവ്യാ സംഘത്തിലൊക്കെ ഒരു സ്ത്രീ വന്നാൽ അവരുടെ വീട്ടിലെ മകനോ മകളോ ഒക്കെ ഡിവോഴ്സ് ചെയ്യപ്പെട്ടാൽ പിന്നെ അവർക്ക് സേവ്യാ സംഘത്തിൽ വരാൻ പറ്റുമോ? വരാൻ പറ്റത്തില്ല അല്ലേ. കാരണം നമ്മൾ ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് അവരെ ഒന്നുകൂടെ എന്ത് ചെയ്യും, കുഴിയിലേക്ക് ഇടാനായിട്ടുള്ള പരിപാടികളായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇത് മറ്റുള്ളവരെ നമ്മൾ വളർത്തുകയാണോ തളർത്തുകയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളൊരു അൺഫോർച്ചുനേറ്റ് എക്സ്പീരിയൻസസിലൂടെ കടന്നുപോയൊരു സ്ത്രീയാണ് അല്ലേ. അവളുടെ ജീവിതത്തിൽ ഒരു സുഖം അനുഭവിക്കാൻ അവൾക്ക് സാധിച്ചിട്ടില്ലാത്ത സ്ത്രീയാണ്. ഇപ്പോൾ ആരോ അവൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടാവാം. അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും പുരുഷന്മാർ നമുക്ക് ബോവസിനെ പറ്റിയുള്ള രൂത്തിനെയും ബോവസ് ആരോ അവൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടാവാം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ നിന്ദാപാത്രമായി തീർന്ന, വളരെ ദുഃഖിതയായ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാതൊരു വർത്തമാനകാല സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണ് അവൾ എന്നുള്ളതാണ്. അപ്പോൾ ആ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെ യേശു മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ യേശു അവളെ ശാസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലേ. യേശു അങ്ങനെ ആരെയും ഒരിക്കലും ചെയ്തിട്ടില്ല. മകളെ എന്ന് വിളിച്ച് എന്ത് ചെയ്യാണ്, വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. വേശ്യാകുറ്റത്തിന് പിടിച്ചവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവരുമ്പോൾ പോലും യേശു അവളെ കുറ്റം വിധിക്കുന്നില്ല അല്ലേ. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ യേശു അവൾക്ക് നൽകുന്നത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമാണ് നൽകുന്നത്. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് അതാണ് അല്ലേ. ഇപ്പം നമ്മൾ സേവ്യാ സംഘത്തിലൊക്കെ വരുന്നെങ്കിൽ നിങ്ങളും ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം അവിടെ ഉണ്ടോ? ചിന്തിച്ച് നോക്കേണ്ടത് നമ്മൾ ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയത് ആത്മാർത്ഥമായിട്ടുള്ളൊരു സൗഹൃദമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിക്കാം, നമുക്കറിയാം 38 വർഷം കുളക്കരയിൽ കിടന്ന ആ രോഗിയുടെ അടുത്ത് യേശു ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവനെന്തോ പറഞ്ഞേ? അവന് ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്?
എന്നെ കുളത്തിലിറക്കാൻ എനിക്കിവിടെ ആരുമില്ല. അവിടെ ഭയങ്കര ആരവാരമാണ്, അവിടെ ഉത്സവം നടക്കുകയാണ്, അവിടെ ധാരാളം ജനം ചുറ്റിനും നടന്നു പോകുന്നു. പക്ഷേ എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ആരുമില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ് അല്ലേ, നമ്മളും ജീവിതത്തിൽ അനുഭവിക്കുന്ന ആൾക്കൂട്ടത്തിൽ നമ്മൾ തനിയെയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ, ആത്മാർത്ഥമായ സൗഹൃദം നൽകാൻ നമുക്ക് ആരുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു യേശു അവളെ സഹായിക്കുന്ന അതിനാണ് അല്ലേ, ഈ ലോകത്തിൻ്റെ നന്മകളിലേക്ക് പ്രവേശിക്കാൻ അവൻ അവളെ സഹായിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ജീവിതത്തെ സമൃദ്ധമാക്കുന്ന, ഒരിക്കലും വറ്റിപ്പോകാത്ത ഒരു ജീവൻ്റെ ഉറവിലേക്കാണ് യേശു അവളെ നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കണം, സേവികാ സംഘമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ചുറ്റിനും ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടോ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, അവർക്കൊരു സഖിത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം അച്ഛനോടൊപ്പം ഒരു ശുശ്രൂഷയിലായിരുന്നത് കൊണ്ട് എനിക്ക് ഈ വിവിധ തലങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് സാധിച്ചു. ഞാനൊരു ജോലി ഉദ്യോഗസ്ഥയായിരുന്നെങ്കിൽ പോലും അതിൻ്റെ എല്ലാം ഇടയിൽ ഈ ശുശ്രൂഷകളിലെല്ലാം ഒരു ആത്മാർത്ഥതയോട് പങ്കുചേരാനായിട്ട് എനിക്ക് സാധിച്ചു. പ്രത്യേകിച്ച് JMM സ്റ്റഡി സെൻറ്ററിലായിരുന്നപ്പോൾ നമുക്കറിയാം, യൂഹാനോൻ മാർത്തോമാ സ്റ്റഡി സെൻറ്റർ തിരുവനന്തപുരത്ത്, അവിടെ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ അനാലിസിസ് ആണ്, സമൂഹത്തെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെ ചെന്നാലും അച്ഛൻ അതിൻ്റെ ചുറ്റുവട്ടത്തെ പഠിക്കുവാനും അവിടെയുള്ളവരാരാണ്, അവരുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് പഠിക്കുന്നതിൽ പ്രത്യേക ഒരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അതിനടുത്ത് ഒരു മണ്ണന്തലയിൽ ഒരു മാർക്കറ്റുണ്ട്, അവിടെ കുറച്ച് സ്ത്രീകൾ കച്ചവടം നടത്തുന്ന ഒരു ചന്തയുണ്ട്. രാവിലെ 7 മണിക്ക് വന്ന് 10 മണിക്ക് പിരിഞ്ഞു പോകുന്ന ഒരു ചന്തയാണ്. അപ്പോൾ അവിടെ ആ സ്ത്രീകളെ പഠിക്കുവാനായിട്ട്, അവരോടൊക്കെ സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോൾ അവരുടെ എല്ലാം ജീവിതത്തിൽ ഒന്നുകിൽ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരാണ്, അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ വളരെയധികം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന സ്ത്രീകളാണ്. അപ്പോൾ ആ സ്ത്രീകളെ എല്ലാം ഒന്ന് JMM സ്റ്റഡി സെൻറ്ററിലേക്ക് ഞായറാഴ്ചകളിൽ കൂട്ടിവരുത്തി. ആ 4 വർഷം ഞാൻ സൺഡേ സ്കൂൾ അധ്യാപികയായിട്ടൊന്നും പ്രവർത്തിച്ചില്ല, പക്ഷേ ഈ സ്ത്രീകളുമായിട്ട് ഉള്ള ഒരു ചങ്ങാത്തത്തിലായിരുന്നു. അവർക്ക് ചില മോട്ടിവേഷനുകളൊക്കെ നൽകുകയും അവർക്ക് ആഴ്ചയിൽ അവരുടെ കച്ചവടം നടത്താൻ ചില സഹായങ്ങൾ നൽകുകയും പുതിയ പുതിയ കുറച്ച് സ്കിൽസ് അവരെ പഠിപ്പിക്കുകയും, സോപ്പ്, ലോഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ കുട നിർമ്മാണം, സാരി പെയിൻറ്റിങ്, എംബ്രോയ്ഡറി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ക്ലാസ്സിന് പോയി അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ട് അവരെ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ ജീവിതത്തിൽ കുറച്ച് പൈസയൊക്കെ അവരുടെ കയ്യിൽ വരാൻ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി കൊടുത്തു. അവരെ നല്ല പാട്ടുകളൊക്കെ പഠിപ്പിച്ച് അവിടെ ക്രിസ്മസിനൊക്കെ അവർ പാട്ടുകളൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ അവർ വളരെ അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റത്തെപ്പറ്റി അവർ തന്നെ പലപ്പോഴും സാക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും അർത്ഥവത്തായിട്ട് ചെയ്ത ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റിനും ഏകാന്തത അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ ഒറ്റപ്പെടലിലൂടെ കഴിഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി 4-മതായിട്ട് ഞാൻ ഈ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടാക്കിയ ആ രൂപാന്തരത്തിൻ്റെ തലം എന്ന് പറയുന്നത്, യേശു എന്ന ജീവൻ്റെ ഉറവയെ കണ്ടെത്തി ജീവിക്കുന്ന ഒരു പ്രേക്ഷിതയായിട്ട് അവൾ രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷീ ഫൗണ്ട് ജീസസ് ആസ് ദ സോഴ്സ് ഓഫ് ഹെർ ലൈഫ് ആൻഡ് ട്രാൻസ്ഫോംഡ് ടു എ ലിവിങ് വിറ്റ്നസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് മാറുവാൻ അവളെ യേശു ശക്തീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ അവളുടെ മനോമുകുരത്തിൽ നിറഞ്ഞു നിന്ന ഒരു ഭൗതികമായിട്ടുള്ള തലത്തിൽ നിന്ന് ആത്മീകമായിട്ടുള്ള ചിന്തകളിലേക്കാണ് അവൾ പ്രവേശിക്കുന്നത്. ആ സംസാരം നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു ചോദ്യം അവൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ദൈവത്തെ കണ്ടെത്തേണ്ടത് എന്ന് യേശു അവളോട് ചോദിക്കുന്നത്. അങ്ങനെ ആ ചോദ്യമായിട്ട് അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ അവൾ പറയുന്ന ഉത്തരങ്ങളൊക്കെ അവിടെയുണ്ട് അല്ലേ. അവൾ പറയുന്നത് എന്താണ് പറയുന്നത്, യഹൂദന്മാർ നിങ്ങൾ യെരുശലേമിലാണ്, ഞങ്ങൾ ഗരസീം മലയിലാണ് ആരാധിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്ന ഒരു ദൈവാന്വേഷണം അല്ലേ, അവൾ ഒരു നല്ല ബുദ്ധിമതിയായിട്ടുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, യേശുവുമായിട്ട് അത്തരത്തിലൊരു സംവാദത്തിൽ ഏർപ്പെടാൻ തക്കവണ്ണം ബുദ്ധിമതിയായിട്ടുള്ളൊരു സ്ത്രീയായിട്ടാണ് നമ്മൾ അവളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശു അവളോട് പറയുന്നത് എന്താണ്, ആ മലയിലുമല്ല യെരുശലേമിലുമല്ല അല്ലേ എന്ന് ഉള്ള നാഴിക വരുന്നു എന്നുള്ളതാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് യേശു അവളോട് പറയുന്നു. ഇതാ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ
മശിഹ. അപ്പോൾ അവളുടെ ദൈവാന്വേഷണത്തിന്, അപ്പോൾ അവിടെ മുമ്പേ ഞാൻ പറഞ്ഞ പശ്ചാത്തലം ഉണ്ടല്ലോ, 5 ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ശമര്യരെന്ന് പറഞ്ഞു. അപ്പം യഥാർത്ഥമായിട്ട് ദൈവത്തെ എവിടെ കണ്ടെത്താം എന്ന് ഒരു പുതിയ തിരിച്ചറിവ് അവൾക്ക് യേശു നൽകുകയാണ്. അപ്പം യേശു അവളോട് പറയുകയാണ്, ആ മലയിലുമല്ല യെരുശലേമിലുമല്ല, പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇതാ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറയുന്നു. അപ്പം ദൈവത്തെ അവിടെ ഇവിടെയൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അല്ലേ? ഇപ്പം നമ്മളൊക്കെ അങ്ങനെ നടക്കുന്നവരാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടം കഴിഞ്ഞ് പിന്നെ വേളാങ്കണ്ണി കഴിഞ്ഞ് പിന്നെ യെരുശലേമിൽ പോയി എവിടെയൊക്കെ പോയി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെ തേടി നടക്കുന്നവരാണ് അല്ലേ? പഴയ പാട്ടുണ്ടല്ലോ അല്ലേ? അച്ഛൻ പറഞ്ഞു ഞാൻ പാട്ടുകാരിയാണ്, ഇപ്പോൾ പാട്ടൊക്കെ ഇല്ല. അങ്ങനെ നമ്മളിങ്ങനെ ഒത്തിരി ഇങ്ങനെ തൊണ്ട സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ പാട്ടിൻ്റെ മാധുര്യമൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. പഴയൊരു പാട്ടുണ്ട്, ഈശ്വരനെ തേടി ഞാൻ നടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ആ പാട്ടുകളുടെ നല്ല അർത്ഥമുള്ള വരികളാണ് അല്ലേ? കണ്ടില്ലെന്ന് ഓതി കാനനച്ചോല കുണുങ്ങിയോടി എന്നൊക്കെ പറഞ്ഞാൽ അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, എവിടെയാണ് ഈശ്വരൻ്റെ സന്നിധാനം അല്ലേ? എൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ആ ഒരു ഈശ്വര സാന്നിധ്യത്തെ ഞാൻ അറിയുന്നു എന്നൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ യേശു ഇവിടെ അവളോട് പറയുന്നത്, നിൻ്റെ വ്യഥകളുടെ അരികെ നിൽക്കുന്ന ഞാൻ തന്നെ മശിഹയാവുന്നു. അപ്പം നമ്മുടെ അലച്ചിലുകളുടെ, നമ്മളുടെ ആ ഒരു പ്രയാസങ്ങളുടെയൊക്കെ അരികിൽ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവാണ്. അപ്പോൾ ഇമ്മാനുവേലായ ദൈവമാണ് നമ്മുടേത് അല്ലേ? അപ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ദൈവദർശനമാണ് യേശുവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്നെ അന്വേഷിച്ച് എൻ്റെ വ്യഥകളുടെ കിണറിനരികെ എത്തുവാൻ തക്കവണ്ണം ഞാൻ ഇത്ര വിലയുള്ളവളാണോ എന്നുള്ള ഒരു ബോധ്യം അവളുടെ ഒരു സെൽഫ് എസ്റ്റീമിനെയാണ് ഉയർത്തുന്നത്. അപ്പോൾ അതാണ് യേശു ചെയ്യുന്നത് അല്ലേ? അവളുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ, അവളുടെ ഒരു ആത്മാഭിമാനത്തെ എന്ത് ചെയ്യാണ്? ഉയർത്തുകയാണ് യേശു ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശമര്യാകാരി സ്ത്രീയെ നമ്മൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചവളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? എന്നാൽ അങ്ങനെയുള്ളവളെ, കിണറുകൾ മാത്രം പരിചയിച്ചവളെ ഇപ്പോൾ ജീവൻ്റെ ഉറവയുടെ അനുഭവത്തിലേക്ക് യേശു എന്ത് ചെയ്യാണ്? നയിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു കിണറും ഉറവയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കറിയാം. ഒരു കിണറിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? എന്നാൽ ഒരു ഉറവയുടെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു കിണറിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു ഉറവയുടെ അനുഭവത്തിലേക്കാണ് യേശുവളെ നയിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവൾ ആ ഒരു ജീവൻ്റെ ഉറവയെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു? അവളുടെ ജീവിതത്തിൽ ഒരു സമൂലമായിട്ടുള്ള ഒരു നേതൃത്വ ശേഷി എങ്ങനെ ഒരു ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഒരു വേദപുസ്തകത്തെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുവാൻ. അപ്പം മറ്റുള്ളവർ കൂടെ ഈ ഒരു കഴിവുകളൊക്കെ പകർന്നു കൊടുക്കാൻ. അപ്പം നമുക്കുള്ള താലന്തുകൾ, കഴിവുകളൊക്കെ എന്ത് ചെയ്യണം? ഏകാന്തത അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താൻ, മറ്റുള്ളവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ, അവരെ നേതൃത്വശേഷിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എങ്ങനെ ഒരു സേവികാ സംഘമായിട്ട് അർത്ഥവത്തായിട്ടുള്ള ശുശ്രൂഷ നിറവേറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതായിരിക്കണം നമ്മുടെ അന്വേഷണം അല്ലേ? ആരോഗ്യപരമായിട്ടുള്ളൊരു ചിന്തകൾ നമ്മുടെ ഭവനത്തിൽ എങ്ങനെ നിലനിർത്താൻ, ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ നമുക്കെങ്ങനെ സാധിക്കും, നല്ല ദൈവരാജ്യ മൂല്യങ്ങൾ നമ്മുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്കെങ്ങനെ സാധിക്കും, നമ്മുടെ മകനോടും മകളോടും ഒക്കെ ഒരുപോലെ എങ്ങനെ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കും അല്ലേ? നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള, ദൈവരാജ്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കുടുംബം കെട്ടുപണി ചെയ്യാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി സംഗതമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിപ്പാൻ സേവികാ സംഘമായി ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരും ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് പുനലൂർ വെസ്റ്റ് സെൻറ്ററിൻ്റെ ഈ ഒരു പ്രവർത്തനോദ്ഘാടനത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, അതിൽ എന്നെ ക്ഷണിച്ച സെൻറ്റർ പ്രസിഡൻ്റ് അച്ഛനോടും ഭാരവാഹികളോടുള്ള എൻ്റെ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ജനറൽ സെക്രട്ടറി കൊച്ചമ്മയോട് എന്തെങ്കിലും സേവികാ സംഘത്തിൻ്റെ നടത്തിപ്പ് ചോദിക്കാവുന്നതാണ്. നമ്മുടെ സേവികാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കൊച്ചമ്മ നമ്മളോടൊപ്പം ആയിരിക്കുമ്പോൾ സേവികാ സംഘത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ചോ സെൻറ്റർ പ്രവർത്തനങ്ങളിലോ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കൊച്ചമ്മയോട് ചോദിക്കാം. അല്പസമയം നമുക്ക് കൊച്ചമ്മയോട് സംസാരിപ്പാനായിട്ട് നമുക്ക് എടുക്കാം. പേഴ്സണലി കാണുമ്പോൾ ചോദിച്ചോളാന്നാണോ?
സേവികാ സംഘം സംബന്ധിച്ച്, നടത്തിപ്പ് സംബന്ധിച്ച് വലിയ സംശയങ്ങളൊന്നുമില്ല. നല്ല ഭരണഘടന, അതിനനുസരിച്ച് എല്ലാ സംഘടനകളും വളരെ ഈ പറയുന്ന സേവികാ സംഘം പള്ളികളിലും സെൻറ്ററിലും ഭദ്രാസനത്തിലുമൊക്കെ അവരാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ സെക്രട്ടറിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, എന്തെങ്കിലും കാര്യങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ടുണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കുക, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും അറിയത്തക്ക വിധത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് ചോദിക്കും. ഇല്ല, ഓക്കെ. സെക്രട്ടറീസ് കോൺഫറൻസ്, സെക്രട്ടറിമാർ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ അല്ലേ? സെക്രട്ടറീസ് കോൺഫറൻസ് ഓഗസ്റ്റ് 3 തോന്നുന്നു, കൊട്ടാരക്കര പുനലൂർ. അത് കുഞ്ഞമ്മ ഫിലിപ്പ് അല്ലേ ഡയസിഷൻ സെക്രട്ടറി? അപ്പോൾ കുഞ്ഞമ്മ ഫിലിപ്പ് അറിയിപ്പ് തരും. അപ്പോൾ അന്ന് ഇവിടെ നമുക്ക് മീറ്റ് ചെയ്യാം. ആ, ഏതാ ക്വിസ് കോമ്പറ്റീഷൻ്റെ പോർഷൻ ലളിതമാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കേന്ദ്ര മത്സരമാണ്. 1/4 പോയിൻ്റ്, 1/2 പോയിൻറ്റിനൊക്കെയാണ് എല്ലാ സ്ത്രീകളും വളരെ നന്നായിട്ട് പഠിച്ചാണ് വരുന്നത്. ഒരാളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് 88 പേരും അങ്ങോട്ട് 88 പേർക്കും പ്രൈസ് കൊടുക്കേണ്ടി വരും. അത് അപ്പം കുറച്ച് നല്ല ടൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്താലേ കേന്ദ്രത്തിൽ നമുക്ക് ഒരു വിലയിരുത്തൽ സാധ്യമാകത്തുള്ളൂ. പക്ഷേ ഇപ്രാവശ്യത്തെ പോർഷനൊക്കെ കുറച്ച് കുറവാണ് കഴിഞ്ഞ വർഷത്തേനെക്കാട്ടിൽ. സാർവത്രിക ലേഖനങ്ങളിൽ തന്നെ പിന്നെ യൂദ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ല യാക്കോബിൻ്റെ ലേഖനം ഒഴിവാക്കിയിട്ടുണ്ട്. 1 പത്രോസിൻ്റെ ഉണ്ട്, യോഹന്നാനുണ്ട്, യാക്കോബ് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്, യൂദ ഉണ്ട്. പിന്നെ പഴയ നിയമത്തിൽ ഓബദ്യാവ്, യോന, മീഖ, ആ 3 എണ്ണമാണ്. പിന്നെ വേദപുസ്തക ചരിത്രവും സേവികാസംഘ ചരിത്രവും, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നമ്മൾ സെമിനാരിയിലുള്ള അതുപോലെയുള്ള അധ്യാപകർ അച്ഛന്മാരെ ആയിരിക്കും അത് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് സിമ്പിളാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ സിമ്പിളാക്കണമെന്നല്ല പറഞ്ഞു, ഈ പോർഷൻ കുറയ്ക്കണമെന്നുള്ള ഒരു വികാരം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പോർഷൻ ഇപ്രാവശ്യം കുറവുണ്ട്, എന്നാൽ സഫിഷ്യൻ്റ് സമയം ഇത് പഠിക്കാനായിട്ട് ലഭ്യമാണ്. അതെ, പോർഷൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ലോണം കുറവാണ്. നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. കലാമത്സരം സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു അച്ഛമ്മ. ഓക്കെ, താങ്ക് യു.